തലസ്ഥാന നഗരിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി ആസ്ഥാന മന്ദിരങ്ങൾ പ്രവർത്തനം ആരംഭിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷം. സമരാനുഷ്ഠാനങ്ങൾ കണ്ടുമടുത്ത നഗരവാസികൾക്ക് ഉദ്ഘാടന മഹാമഹങ്ങൾ വേറിട്ട ഒരു കാഴ്ചയായി അവശേഷിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ റീജിയണൽ ഓഫീസായ കേന്ദ്രീയ വിദ്യാലയ സംഘാടൻ ഈ വർഷം ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലും ലക്ഷദ്വീപിനും മാത്രമായി CBSE റീജിയണൽ ഓഫീസ് പട്ടം LIC ബിൽഡിംഗിലും കേന്ദ്ര സർക്കാരിന്റെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി പുതുതായി രൂപീകരിച്ച കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ റീജിയണൽ ഓഫീസ് CPWD തിരുവനന്തപുരം പൂങ്കുളത്തും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ സെക്കൻഡ് ക്യാമ്പസ് ബയോ ഇന്നൊവേഷൻ സെന്ററിന് UP അധ്യക്ഷ സോണിയാഗാന്ധി ആക്കുളത്ത് തറക്കല്ലിട്ടു. ആക്കുളത്ത് തന്നെയുള്ള ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം SES കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജും അടങ്ങുന്ന സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണ സ്ഥാപനമായ AICTയുടെ ഒരു റീജിയണൽ ഓഫീസ് കേരളത്തിനും ലക്ഷദ്വീപിനുമായി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയും 2012-13 AICTയുടെ പ്രവർത്തനത്തിന് 33 കോടി കൂടുതലായി അനുവദിപ്പിക്കുകയും ചെയ്തു. CBSE എന്ന് പറഞ്ഞാൽ ഒരു 1000 സ്കൂളുകളുണ്ട് കേരളത്തിൽ. CBSE പരീക്ഷ എഴുതുന്ന സ്കൂളുകൾ. അവർക്ക് എല്ലാ ചെറിയ കാര്യത്തിനും ചെന്നൈ വരെ പോണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AICTൻ്റെ ഓഫീസ് ഇതിനു മുമ്പ് എല്ലാം ബാംഗ്ലൂരിലേക്ക് പോണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കേന്ദ്ര വിദ്യാലയത്തിൻ്റെ ഒരു ഓഫീസ് കേരളത്തിനെയും ലക്ഷദ്വീപിനെയും കവർ ചെയ്യുന്ന ഓഫീസിനെ നമ്മൾ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ സാധിച്ചു. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ കാലത്ത് മന്ത്രിയെ സംസാരിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു റീജിയണൽ ഓഫീസ് ഇല്ലാത്തത്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അത് അനുവദിച്ച ശേഷം ചിലവർ വേറൊരു കേരള നഗരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരതിനെ തട്ടാൻ ശ്രമിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ഈ ഓഫീസ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനത്തിൽ തന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ CPWD റീജിയണൽ ഓഫീസും നമ്മുടെ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര തൊഴിൽ വകുപ്പിൽ നടത്തിയ നിരന്തര സമ്മർദ്ദത്തിലൂടെ ESIയുടെ ഒരു റീജിയണൽ ഓഫീസ് പഞ്ചദീപ ഭവൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി എന്ന നിലയിലുള്ള ശുഷ്കമായ കാലയളവിലാണ് ഇത്രയും സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തെത്തിയത്. NFDC തിരുവനന്തപുരത്ത് നിന്നും മാറ്റാൻ ശ്രമം നടത്തിയപ്പോൾ പ്രസ്തുത ഓഫീസിനെ വെള്ളയായണിയിൽ നിലനിർത്തുകയും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഭാരതീയ മഹിളാ ബാങ്കിന്റെ ഒരു ശാഖ മണക്കാട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു.